നമസ്കാരം. ഇന്ന് ജൂൺ 5. എല്ലാ വർഷവും ജൂൺ 5-ന് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ്. നമ്മുടെ പ്രകൃതിയെ ഒക്കെ സംരക്ഷിക്കാനായിട്ടുള്ളൊരു ദിവസമാണ്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഇത് അത്ര കോമൺ അല്ല. ഞാനിത് 2021 മാത്രമാണ് ആക്സിഡൻ്റലി കണ്ടുപിടിച്ചത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സേവിങ് റിസോഴ്സസ്, എൻവയോൺമെൻറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദിവസം തന്നെ ഈ വീഡിയോ ഞാൻ ഇടുന്നത്. ഒത്തിരി നാളായി ഓർക്കുന്നതാണ്. കഴിഞ്ഞ വർഷവും ഞാനിങ്ങനെ ഓർത്ത് എനിക്കൊരു വീഡിയോ ഇടണമെന്ന്. പക്ഷേ ഒന്നും പറ്റിയില്ല. ചിന്തിച്ചുകൊണ്ടിരുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്നത് മറ്റൊരാൾക്ക് അയാളെ ചിന്തിപ്പിക്കാനും അതൊരു പ്രചോദനം ആകുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. എനിക്കത് എൻ്റെ ഭയങ്കര ഒരു പാഷനാണ് എൻവയോൺമെൻറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ പ്ലാനറ്റ് എന്നുള്ളത്. ഈ ഇരിക്കുന്ന ബാഗുകളെല്ലാം എൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് വെച്ചിരിക്കുന്ന, ഇത് ഞാൻ പുറത്തു പോകുമ്പോൾ എടുക്കുന്ന എൻ്റെ സാധാരണ ബാഗ്, ഇത് സ്യൂട്ട് കേസ്, ഇത് ചുമ്മാ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്ന കുഞ്ഞൊരു ബാഗ്, ഇത് എൻ്റെ ജോലിയുടെ ബാഗ്. ഇതിലെല്ലാത്തിലും ഞാൻ ഓരോ കൂട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ കൂടുകളാണ് വീട്ടിലല്ലേ. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ തുറന്ന് ഇവിടെ ഒരു ബാഗ് എപ്പോഴും ഞാനിങ്ങനെ വെച്ചിരിക്കും. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്ന് പോവുകയാണെങ്കിൽ അങ്ങനെ. ഈ കുഞ്ഞു ബാഗിൽ എന്നാ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന പറയാൻ പറ്റത്തില്ല. ഈ കുഞ്ഞു ബാഗ് അതൊരെണ്ണം വെച്ചിട്ടുണ്ട്. ജോലിയുടെ ബാഗിൽ ഞാൻ ഇതുപോലെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴാണ് എന്തിനാവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സോ യൂസ് ചെയ്യാനായിട്ട് അനാവശ്യമായിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക. പ്ലാസ്റ്റിക് കാരിയർ ബാഗ് നമുക്ക് വളരെ, നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ, ഇപ്പോൾ ഈ ബാഗിലും മാത്രമല്ല കേട്ടോ, എൻ്റെ കാറിൻ്റെ ബൂട്ടിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ യൂസ് നമുക്ക് മിനിമലാക്കാം. എപ്പോഴും കടയിൽ പോയി മേടിക്കണമെന്നില്ല. ആൾക്കാർ ചിന്തിക്കും നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിൽ 5 പെൻസ് 10 പെൻസൊക്കെയാണ്. ബാഗ് ഫോർ ലൈഫ് ആണെങ്കിൽ ചിലപ്പോൾ 50 പെൻസോ അതോ 45 പെൻസോ അങ്ങനെയുണ്ട്. അപ്പം അത്രയല്ലേ എന്ന് ഓർക്കും. പക്ഷേ നമ്മൾ നമ്മുടെ പ്രകൃതിയെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ ഇതൊന്ന് ചിന്തിക്കണം കേട്ടോ. ഇതൊന്ന് ചെയ്യാനും ശ്രമിക്കണേ. ഒരു കാര്യം ഞാനും എൻ്റെ കുടുംബവും ചെയ്യുന്നത്, ഒരു കാര്യം അങ്ങനെ സ്റ്റാൻഡ് ബൈയിൽ ഇടാറില്ല. ഇപ്പം ഞങ്ങളുടെ കെറ്റിൽ, ടോസ്റ്റർ അങ്ങനെ ഒന്നും സ്റ്റാൻഡ് ബൈയിൽ ഇടാറില്ല. TV, മൈക്രോവേവ് പക്ഷെ അങ്ങനെ ഇട്ടേ പറ്റുള്ളൂ. കാരണം മേളിൽ അതിൻ്റെ ഇൻറ്റഗ്രേറ്റഡാണ്. അപ്പം നമുക്ക് പ്ലഗ് ഊരാനും എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളെല്ലാവരും റീസൈക്ലിംഗ് കറക്റ്റായിട്ട് ചെയ്യുന്നവരാണോ? അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീസൈക്ലിംഗ് ഉണ്ടോ കേട്ടോ. ഞാൻ ചെയ്യുന്നത് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. സാധാരണ ബിസ്ക്കറ്റിൻ്റെയോ ബേക്കറി സാധനങ്ങളുടെയൊക്കെ പാക്കേജിങ്, ഇത് ഡെഫിനറ്റ്ലി കാർഡ്ബോർഡാണ്. അപ്പം റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഇത് റീസൈക്ലിംഗ് പോയിന്റിൽ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. പക്ഷെ അത് ആ ഫിൽമാണ്. അതായത് ഈ ട്രേ കണ്ടോ, അവരത് യൂഷ്വൽ റീസൈക്ലിങ്ങിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നോർമൽ ബിന്നിൽ പോകും. ഇത് ഞാൻ കൂട്ടിവെക്കും. എന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ ചെന്നേ ചെയ്യുള്ളൂ. ഇതല്ലേ ഇതെൻ്റെ നോർമൽ റീസൈക്ലിംഗ് ബോക്സാണ്. കണ്ടോ, ചുമ്മാ ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. അപ്പോൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നല്ല ഞങ്ങളിങ്ങനെ കൂട്ടി വെക്കും. പാലിൻ്റെ ക്യാന്, എന്തൊക്കെ പറ്റുമോ അതെല്ലാം റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഈ സാധനം, ഇതിന് പ്രത്യേക സ്ഥലമുണ്ട്. ഈ സോഫ്റ്റ് പ്ലാസ്റ്റിക് എല്ലാം കൂട്ടി ഒരു കബേർഡിൽ വെച്ചിട്ട് പിന്നെ ഞാനത് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ട് ചെയ്യും. ആവശ്യമില്ലാതെ ഓണായി കിടക്കുന്ന ലൈറ്റ് ഓഫ് ചെയ്ത് നമുക്ക് കർട്ടനൊക്കെ തുറന്നിട്ടാൽ നല്ല വെളിച്ചം വരത്തില്ലേ. ഇതൊക്കെ പോരെ. നമുക്ക് അനാവശ്യമായിട്ട് ലൈറ്റ് ഓൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ജോലിയിലാണെങ്കിലും ഞാൻ അനാവശ്യമായിട്ട് കാണുന്ന ലൈറ്റൊക്കെ ഓഫ് ചെയ്യാറുണ്ട്. അനാവശ്യമായിട്ട് കാണുന്ന കമ്പ്യൂട്ടർ ഉപയോഗത്തിലല്ലെങ്കിൽ അത് ഓഫ് ചെയ്യാറുണ്ട്. അതിന് എൻ്റെ കൊളീഗ്സ് എത്ര പേര് എന്നെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ. തമാശക്കാട്ടോ, ഇത് നീ അല്ലല്ലോ എൻ്റെ ബില്ല് പേ ചെയ്യുന്നേ, പിന്നെ നിനക്കെന്നാ. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ആറ്റിറ്റ്യൂഡ് അല്ല വേണ്ടത്. നമുക്ക് അടുത്തൊരു തലമുറയുണ്ട്. എൻ്റെ അടുത്ത തലമുറ കണ്ടോ, ഇവിടെ കയറി വരുന്ന കണ്ടോ, അമ്മയുടെ കൂടെ വലിഞ്ഞു കയറി വരുന്ന കണ്ടോ, ആരാടിയത്. അപ്പം എൻ്റെ ഈ തലമുറേനെ എനിക്ക് ഇതൊക്കെ പറഞ്ഞ് വളർത്താനാണ് ഇഷ്ടം. അവൾ മനസ്സിലാക്കണം റിസോഴ്സസ്. നമുക്ക് ഒരുപാടുള്ളപ്പോൾ നമ്മളതിൻ്റെ വില അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രിസിറ്റിയൊക്കെ നമുക്ക് പൈസ സേവ് ചെയ്യാം. അത് വീട്ടിലും മാത്രമല്ല, ജോലിയിലും എവിടെയാണെങ്കിലും അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രം. സാധാ ഈ കമ്പ്യൂട്ടറുകൾ കോമണായി കിടക്കുവാണെങ്കിൽ അങ്ങനെ നമുക്ക് എന്തെങ്കിലും പൈസ സേവ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ പ്രകൃതി എന്തേരെയാണ് സംരക്ഷിക്കുന്നത് അല്ലേ. എവരി ലിറ്റിൽ ഹെൽപ്സ്. പാത്രം കഴുകുമ്പം വെള്ളം ഒത്തിരി തുറന്നു വിടത്തില്ല. ആവശ്യത്തിന് മാത്രം വളരെ കുറച്ചേ തുറന്നു വിടുകയുള്ളൂ. അപ്പം പല്ല് തേക്കുമ്പോഴും ഒക്കെ എന്നോട് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അവർ പല്ല് തേക്കുമ്പോൾ ഇത് എൻവയോൺമെൻറ്റിൻ്റെ എൻ്റെ ഇഷ്ടത്തെ പറ്റിയുള്ള കോൺവെർസേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അവർ തുറന്നു വിട്ടാന്ന് ഫുള്ള് പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഫുൾ ടൈം ടാപ്പിങ്ങിന് ഓണായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ കാര്യം ശരിയാ, നമ്മളാ ബില്ല് പേ ചെയ്യുന്നത്. എന്നാലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുപോലെ ഞാൻ ചെയ്യുന്ന വേറൊരു ചെറിയ കാര്യമാണ്,
ഇപ്പം നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു റഫ് പേപ്പറിൽ എന്തെങ്കിലും എഴുതണം, അതിന് ഞാൻ ഉടനെ പ്രിൻ്റർ തുറന്ന് അതിൽ നല്ല പേപ്പർ എടുക്കുമല്ലോ, അല്ല ഇപ്പം വീട്ടിൽ പ്രിൻ്റർ ഇല്ല, നല്ലൊരു പേപ്പർ എടുക്കുമല്ലോ, ബുക്കിൻ്റെ എന്തെങ്കിലും കീറി എടുക്കുമോ, ജോലിയിലാണെങ്കിൽ പോലും പ്രിൻ്റർ തുറന്ന് ഞാൻ പുതിയൊരു പേപ്പർ എടുക്കത്തില്ല. ഏതെങ്കിലും ഒരു പഴയ പേപ്പർ, വേണ്ടാതെ കളയാൻ വെച്ചിരിക്കുന്ന പേപ്പർ അവിടെ എന്തെങ്കിലും എഴുതി വെക്കും. ഇപ്പോൾ ഷോപ്പിംഗ് ലിസ്റ്റോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പഴയ പേപ്പറിൽ, ഇതിലൊന്നും വലിയ കാര്യം, ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ചിരിക്കുമായിരിക്കും, പക്ഷെ എന്നാലും ചെറിയൊരു കാര്യം. പുതിയൊരു പേപ്പർ അങ്ങനെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം ചിലതൊന്നും നമ്മുടെ പോക്കറ്റിൽ നല്ല പോകുന്നത്, എന്നാലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് അത് അടുത്തൊരു തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ അത്.